ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നതിനായി ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മലപ്പുറത്ത് 18 സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ 8 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ സ്ഥാനാർത്ഥികളുടെ ഡമ്മികൾ ഉൾപ്പെടെ മലപ്പുറത്ത് 4 സ്ഥാനാർത്ഥികളുടെയും പൊന്നാനിയിൽ 3 പേരുടെയും പത്രിക തള്ളി. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. മലപ്പുറത്ത് 14 പൊന്നാനിയിൽ 11 പേരായിരുന്നു പത്രിക നൽകിയിരുന്നത്. ഇതിൽ മലപ്പുറത്ത് 10 പൊന്നാനിയിൽ 8 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു. മലപ്പുറം മണ്ഡലത്തിൽ വസീഫ് CPM, ET മുഹമ്മദ് ബഷീർ IUML, അബ്ദുൽ സലാം BJP, P നാരായണൻ ബഹുജൻ ദ്രാവിഡ് പാർട്ടി, തൃശൂർ നസീർ സ്വതന്ത്രൻ, കൃഷ്ണൻ BSP, N ബിന്ദു സ്വതന്ത്ര, അബ്ദുൽ സലാം സ്വതന്ത്രൻ, നസീഫ് അലി മുല്ലപ്പള്ളി സ്വതന്ത്രൻ, VP നസീഫ് സ്വതന്ത്രൻ എന്നിവരുടെ പത്രികയാണ് സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം അഫിഡവിറ്റ് സമർപ്പിക്കുകയും തുക കെട്ടിവെക്കുകയും ചെയ്യാത്തതിനാൽ ശ്രീധരൻ കള്ളാടിക്കുന്നത്തിന്റെ പത്രിക ജില്ലാ കളക്ടർ തള്ളി. പൊന്നാനി മണ്ഡലത്തിൽ MP അബ്ദുസമ്മദ് സമദാനി IUML, KS ഹംസ CPM, KV വിനോദ് BSP, ബിന്ദു സ്വതന്ത്ര, ഹംസ കടവണ്ടി സ്വതന്ത്രൻ, നിവേദിത BJP, ഹംസ സ്വതന്ത്രൻ, അബ്ദുസമ്മദ് സ്വതന്ത്രൻ എന്നിവരുടെ പത്രികയും സ്വീകരിച്ചു. വരണാധികാരിയും ജില്ലാ കളക്ടറുമായ BR വിനോദിന്റെയും പൊന്നാനി മണ്ഡലം വരണാധികാരിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ K മണികണ്ഠന്റെയും നേതൃത്വത്തിൽ നടന്ന സൂക്ഷ്മ പരിശോധനകളിൽ സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പത്രികകൾ ഏപ്രിൽ 8 വരെ പിൻവലിക്കാം. അനംഗീകൃത പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കുന്നത് ഏപ്രിൽ 8 വൈകിട്ട് 3 ഇതോടെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. മലബാർ ടൈംസ്, മലപ്പുറം.